വെൽക്കം ടു സഹാരി കുക്കിംഗ്. എണ്ണയിലൊന്നും പൊരിക്കാതെ ആവിയിൽ വേവിച്ചെടുത്ത വീട്ടിലുള്ള ഐറ്റംസ് മാത്രം വെച്ചിട്ട് ചെയ്തെടുത്ത ഒരു സിമ്പിൾ 4 മണി പലഹാരമാണ് ഇന്നത്തെ റെസിപ്പി. ചെറുപഴം കയ്യിലുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. എന്തായാലും ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. എണ്ണയൊന്നും ഇല്ലാത്തതുകൊണ്ട് മടുപ്പില്ലാതെ കഴിക്കാൻ പറ്റുന്നൊരു നല്ലൊരു ഐറ്റം തന്നെയാണ്. ഓരോന്നായിട്ട് കണ്ടു നോക്കാം. ഞാനൊരു 6 ചെറുപഴമാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് കൈ വച്ചോ അല്ലെങ്കിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 2 കപ്പ് അളവിൽ അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കൂടെ തന്നെ 1 കപ്പ് അളവിൽ തേങ്ങ ചിരവിയതും 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും 1 ടേബിൾ സ്പൂൺ ജീരകം, ചെറിയ ജീരകവും 2 അച്ച് ശർക്കര അല്പം വെള്ളം ഒഴിച്ചൊന്ന് ഉരുക്കിയെടുത്തതാണ്. ഇത് അരിച്ചിങ്ങാണ്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഈ ചെറുപഴം നല്ല മധുരമുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ 2 അച്ച് ശർക്കര മാത്രം എടുത്തത്. ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. ഇതിലേക്കിനി അല്പം ഉപ്പും 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ അളവിൽ എള്ളും, ഇത് വെളുത്ത എള്ളാണ്, നമ്മളെ കയ്യിൽ ഉള്ളത് എന്താ വെച്ചാൽ അങ്ങനെ ചെയ്യാം. 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടി ചേർത്ത്, ഇതൊക്കെ ഓപ്ഷണലാണ്, ചേർത്താൽ നെയ്യിൻ്റെയൊക്കെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി വരണം. കുഴച്ചെടുക്കുമ്പോൾ ലൂസായി തോന്നുകയാണെങ്കിൽ അല്പം അരിപ്പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ ടൈറ്റ് കൂടുതലാണെങ്കിൽ കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ ഒരു പഴം കൂടി ഒന്ന് ചേർത്ത് ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി. കളറിനും വേണ്ടിയിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. എണ്ണയിലൊന്നും പൊരിക്കാത്തത് കൊണ്ട് ഇതൊരു ഹെൽത്തി പലഹാരം തന്നെയാണ്. നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റായിട്ട് അറിയിക്കുകയും വേണം. കുഴച്ചെടുത്ത മാവ് വാഴയിലയിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അതിനായി വാഴയില ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒന്ന് വൃത്തിയാക്കിയിട്ടൊന്ന് വാട്ടിയെടുക്കാതെയാണ് ഞാൻ ആദ്യം ചെയ്ത് നോക്കിയത്. അപ്പോൾ ഇല പൊട്ടിപ്പോയി. പിന്നെ ഞാൻ മുഴുവനായിട്ടും വാട്ടിയെടുത്ത് കുറേശ്ശെ ഇട്ട് ഓരോന്നായിട്ട് ചെയ്തെടുക്കാം. ഇഡ്ഡലി തട്ടിലാണ് വേവിച്ചെടുക്കുന്നത്. വെള്ളം തിളപ്പിച്ചതിന് ശേഷം മുകളിലായിട്ട് ഓരോന്നായിട്ടും വെച്ച് കൊടുക്കുക. അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കുക. ശേഷം പാത്രം തുറന്ന് ഓരോന്നായിട്ട് പുറത്തേക്ക് എടുക്കുക. ഒരു പ്രാവശ്യം കഴിച്ചാൽ കഴിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു പലഹാരം തന്നെയാണ്.
ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പലഹാരം റെഡി ആയിട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റും കൂടി ചെയ്യണേ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.